കൂട്ടുകാരെ, ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. ഞാൻ യൂട്യൂബ് വിട്ടിട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഇത് മാത്രമല്ല, ഇത് ഒന്നാമത്തെ അടവാണ്. ചാനലിൽ വ്യൂസ് കൊണ്ടുവരാനായിട്ട് പലരും എടുക്കുന്ന ഓരോരോ തന്ത്രങ്ങളെക്കുറിച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ വഴി പറഞ്ഞു. രണ്ടാമത്തെ വഴി എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ചാനലിൽ 3 സ്ട്രൈക്ക് കിട്ടി. ഇനി യൂട്യൂബ് എന്നാണ് എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒരു പിടിയുമില്ല. കൂട്ടുകാരെ, ഞാൻ വേറെ ഒരു ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അവിടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ചാനലാണ്. ഈ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ചാനൽ ഈ കൈവിട്ട് പോകുന്നത് കാണേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ വഴി. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ ഡയലോഗ് കാച്ചി പലരും ധാരാളം വ്യൂസ്, ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ധാരാളം പേര് ഇത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തിടെ നിങ്ങൾ തന്നെ ഒരുപാട് പേര് ഇതുപോലെയുള്ള പല പല അടവുകൾ ഓരോരുത്തർ എടുക്കുന്നത് കണ്ടു കാണുമല്ലേ. അപ്പോൾ വ്യൂസ് കൊണ്ടുവരാനായിട്ട് പല അടവുകളുമാണ് എല്ലാ ക്രിയേറ്റേഴ്സും പയറ്റി നോക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് ഇത് തീർന്നില്ല. ഇനിയും പല പല വഴികൾ ഇതിനകത്ത് എങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സിമ്പതിയൊക്കെ നേടിയെടുക്കുമ്പോഴേക്കും ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അയ്യോ കഷ്ടം, ഇത്രയും കാലം നല്ല രീതിയിലൊക്കെ പാവം ചെയ്തുകൊണ്ടിരുന്നതാണ്, അയ്യോ ചാനൽ നിർത്തിയിട്ട് പോകരുത്, ഇനിയും കുറച്ചുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ, നടന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ആലോചിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പേര് ആശ്വസിപ്പിക്കാനായിട്ട് ഇതൊക്കെ സത്യമാണെന്ന് കരുതിയിട്ട് മുമ്പോട്ട് വരും. പിന്നെയുള്ള ഒരു അടവാണ് ഈ ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം, 1 മില്യൺ വ്യൂസും പിന്നെ സബ്സ്ക്രൈബേഴ്സായ ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ, അങ്ങനെ കമൻസോ അത് 5000 കമൻസും എത്ര കമൻസ് ആണെന്ന് അറിയാമോ? അപ്പോൾ ഇതൊക്കെ ഇവർ വാരി കൂട്ടാനായിട്ട് അവരെ സഹായിക്കുന്ന കമ്പനീസ് കുറേ പേരുണ്ട്. അപ്പോൾ കമ്പനിയിൽ ഇവർ ഈ എഴുതി കൊടുക്കുന്ന കമൻസ്, പഴയ കാലത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ചാനലിലൊക്കെ ഇതൊക്കെ ഞാനും ശ്രമിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എന്ത് കമൻസ് വേണം നമ്മൾ തന്നെ അത് എഴുതി കൊടുത്താൽ ആ കമൻസൊക്കെ, അത് ഒരു കമൻറ്റിന് 1 രൂപ 2 രൂപ ഇങ്ങനെയൊക്കെയാണ് ആ റേറ്റുകളൊക്കെ ഉണ്ട്. അത് പണ്ടത്തെ കാലം. ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ വ്യൂസും ഇതുമൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു 10,000 മുതൽ ഒരു 20,000 രൂപ വരെ ചിലവാക്കി കഴിഞ്ഞാൽ മില്യൺസ് വ്യൂസൊക്കെയാണ് ഇവർ ഇട്ട് തരുന്നത്. അതും ഒരു 2-3 മണിക്കൂറിൽ തന്നെ സംഗതി ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും അയ്യോ എല്ലാവരും വിചാരിക്കും ഇവർക്കിത് എന്തോ ഒരു വ്യൂസാണ് കിട്ടുന്നത്, നമ്മളിനിയിപ്പോൾ ഇതിലൊന്നും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല, കൂടിപ്പോയാൽ ഒരു 100, 500, 1000 ഒക്കെ നമ്മൾക്ക് വരുന്നുള്ളൂ. ഇവർക്കൊക്കെ മില്യൺസ് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കമൻസും, ഇനി നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആകെപ്പാടെ അങ്ങ് ഹതാശരായിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പലരും ചാനൽ തന്നെ നിർത്തി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് പഠിക്കണം. ഈ കണ്ണിൽ കാണുന്നതൊക്കെ അങ്ങനെ വിശ്വസിക്കരുതെന്ന് പഴമക്കാർ പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഓരോന്നൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ എടുത്തു ചാടി ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുക്കാതെ കാത്തിരുന്ന് ക്ഷമയോടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഒരിക്കലും നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുവാനേ ശ്രമിക്കരുത്. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അവർക്ക് ധാരാളം വ്യൂസ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ, അവർക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, നമ്മൾക്കൊരു പക്ഷേ കാണില്ല. അവരുടെ വീഡിയോസ് നല്ല രീതിയിൽ വൈറലാകുന്നുണ്ടായിരിക്കും, നമ്മളുടേത് വന്നിട്ട് കാണാറില്ല. എന്തൊക്കെ ആയാലും നമ്മൾ ആരുമായിട്ടും നമ്മളെ സ്വന്തമായിട്ട് കമ്പയർ ചെയ്യാതെ ഇരിക്കുക. നമ്മളുടെ കഴിവിൽ നമ്മൾക്ക് തന്നെ ഒരു വിശ്വാസം വേണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോസ് ഉണ്ടാക്കി അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. എന്തായാലും ഒരു ദിവസം നമ്മൾക്കും ഇതുപോലെയുള്ളൊരു നല്ല റിസൾട്ട് കിട്ടും എന്നൊരു പോസിറ്റീവ് ഫീലിങ്ങിൽ മുമ്പോട്ട് പോകുക. അപ്പോൾ ഇത് കൂടാതെ തന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് യൂട്യൂബ് ഇപ്പോൾ മാർച്ച് 10, 2025 മുതൽ അത് അവർ കൊണ്ടുവരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ,
ഇതുവരെ നിങ്ങൾ ഈ നിങ്ങളുടെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ആഡ് ഫ്രണ്ട്ലി ഗൈഡ് ലൈൻസിൽ നമ്മൾ തന്നെ ഇതിൽ കുഴപ്പം പിടിച്ചിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മുടെ വീഡിയോയിൽ ഇല്ല എന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ സ്റ്റുഡിയോയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും. ഇനി മുതൽ അത് കുറച്ചുകൂടെ സെക്യൂർ ആക്കാനായിട്ട് യൂട്യൂബ് പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ശരി, അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ശരി, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 24 മണിക്കൂർ യൂട്യൂബ് ഒന്നും കൂടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടായിരിക്കും ഈ $, സിമ്പലിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് യൂട്യൂബ് ഇത് കൊണ്ടുവരുന്നത്. $, സിമ്പൽ ആകാനായിട്ട് അപ് ടു 24 hours വരെ യൂട്യൂബ് ഇതിന് വേണ്ടിയിട്ട് സമയം എടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ആരംഭത്തിൽ നിങ്ങൾ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോഴേക്കും ഒന്ന് ഞെട്ടിപ്പോയി കാണും. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോന്ന് കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമ്മൾക്ക് കാണാം. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നത് കാണുന്നതിന് വളരെ സന്തോഷമുണ്ട്. ധാരാളം പേര് ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.